മാഷെ ഒരു യെസ്. 3 ദശകത്തിലേറെയായി, ഒരു 35 കൊല്ലം എന്നൊക്കെ പറയാം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം, കാന്തപുരം സമസ്ത എന്ന് പറയാം, അവര് ഇടതുപക്ഷത്തിനാണ് പൊതുവെ പിന്തുണ കൊടുത്തു വന്നിരുന്നത്. മുസ്ലിം ലീഗിനോട് അകൽച്ച പാലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പല കാരണങ്ങൾ കൊണ്ടും കാന്തപുരം മുസ്ലിം ലീഗുമായിട്ട് അടുക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. കാന്തപുരം തന്നെ പറഞ്ഞിരിക്കുന്നു, വർഗീയത വിതയ്ക്കുന്നവരുടെ ലക്ഷ്യം വോട്ടാണ്. വർഗീയത ഇപ്പോൾ വിതച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണെന്നറിയാമല്ലോ. അപ്പോൾ കാന്തപുരത്തിൻ്റെ പ്രസ്താവന തന്നെ CPM-ന് എതിരാണ് എന്ന് വേണം കാണാൻ. സംസ്ഥാനത്ത് വർഗീയ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ടെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ കാലത്തും ഒരു മുന്നണിയുടെ കൂടെ നിൽക്കും എന്ന് ഒരു മുന്നണിയും കരുതേണ്ടതില്ല. അപ്പൊ തന്നെ ഈ ഷിഫ്റ്റ് വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ കാന്തപുരത്തിന്റെ നിലപാട് മാറ്റത്തിന് കാരണം എന്ത്? അങ്ങനെ നിലപാട് മാറിയാൽ CPM-ന് അത് മലബാറിലെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലും തിരിച്ചടിയാവില്ലേ? തീർച്ചയായിട്ടും കാന്തപുരത്തിന്റെ നിലപാട് മാറാനുള്ള ഒരു കാരണം കാന്തപുരത്തോടുള്ള മുസ്ലിം ലീഗിന്റെ സമീപനം മാറി എന്നുള്ളതാണ് ഒരു കാരണം. അതിൻ്റെ അടിസ്ഥാന കാരണം സത്യത്തില് സമസ്തയിൽ പിളർപ്പുണ്ടായത് കാന്തപുരത്തിന് എതിരായിട്ടുള്ള പിളർപ്പായിരുന്നല്ലോ. ഓർമ്മ 89-ലെ സമസ്തയിലെ പിളർപ്പ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് EK അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന ഒരാളും ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരും പ്രസിഡന്റ് ആയിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും, അദ്ദേഹം ഒരു ആത്മീയമായ ലൈനിലാണ്, അദ്ദേഹത്തിന് ഇത്ര വലിയ യാഥാർത്ഥ്യ സംഗതി ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം ലീഗിന്റെ കൂടെയും ജോയിന്റ് സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാർ ലീഗ് വിരുദ്ധ പക്ഷത്തും, എന്ന് വെച്ചാൽ ലീഗിനോടുള്ള ഒരു അടിമത്തമായി ലീഗിന്റെ ഉപസംഘടനയായി മുസ്ലിം ലീഗ് മാറരുത് എന്നായിരുന്നു ആക്ഷേപം. അതിലാണ് പിളർപ്പുണ്ടായത്. പക്ഷേ ചരിത്രത്തിൽ നിന്ന് ലീഗ് വലിയ തോതിലാണ് പഠിക്കേണ്ട ഒരു പാഠം ഉണ്ട്, ലീഗും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്, ആവർത്തിക്കാൻ പാടില്ലാത്ത പാഠമാണത്. 1989 തൊട്ട് ആദ്യത്തെ 10 കൊല്ലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. ഭീകരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് AP ഗ്രൂപ്പ് എല്ലാ നാട്ടുംപുറങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ മദ്രസകളിലും വളരെ ക്രൂരമായിട്ട്. അറിയാലോ, ഈ പാവങ്ങളായ മുഅല്ലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഈ ആളുകൾ, മുദരിസുമാര്, ഖാദിമാര്, ചെറിയ ശമ്പളത്തിന്, അത് നാട്ടുകാരണവന്മാരുടെ ഔദാര്യത്തിന് നിൽക്കുന്നവരാണല്ലോ, അവരെയൊക്കെ ക്രൂരമായി പിരിച്ചുവിടുക, വീടുകൾ പട്ടിണിയിലാവുക, മാത്രമല്ല അവരെ ക്രൂരമായി പരിഹസിക്കുക. ഈവൻ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് സാർ, സാറൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പോൾ ധാരാളം അങ്ങനെ ഒരു കാലമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോരാടിയ കാലമാണ്. സ്വന്തം ജനതയെ കൂടെ നിർത്താനും അവരെ രക്ഷിക്കാനും അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കാനും അവരെ ഒരു പുതിയ അന്തസ്സുറ്റ സമൂഹമാക്കി വളർത്താനും കേരളത്തിൽ. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് കേരളത്തിലെ സമീപകാല നവോത്ഥാനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് മുസ്ലിംകൾക്കിടയിൽ. കാരണം ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം ഇവർക്കുണ്ടല്ലോ ഒരു മതസമൂഹത്തിന് ഐഡന്റിറ്റി ഉണ്ടാക്കി, എന്ന് വെച്ചാൽ ഈ സ്വത്വപരമായ അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കി. മൂന്നാമത്തെ കാര്യം ധാരാളം സ്ഥാപനങ്ങളും ആസ്തിയും വന്നു. EK അബൂബക്കർ മുസ്ലിയാരുടെ തന്നെ വിഖ്യാതമായൊരു പ്രഖ്യാപനമുണ്ട്, പണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടിയൊക്കെ പണം ഉണ്ടാക്കാൻ, അത് ലോകം മുഴുവൻ നടന്ന് ശേഖരിക്കാൻ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ. ഇദ്ദേഹം അറബിയിലും മലയാളത്തിലും ഒക്കെ ഒരുപോലെ സംസാരിക്കും, വളരെ അറബികളെക്കാൾ ഫ്ലുവൻ്റായി സംസാരിക്കും. അപ്പോൾ അതിന് ഏറ്റവും സമർത്ഥനാണ്. അതിൻ്റെ ഒരു ഗുണം വന്നു. ഇപ്പം എന്താ സ്ഥിതി? മുസ്ലിം ലീഗ് എപ്പോഴും ഭയപ്പെടുന്നത്, നേർക്കുനേരെ പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഭയപ്പെടുന്ന ആദ്യത്തെ ശക്തി ആസ്തിയാണ്. 2 വോട്ട് ബാങ്കാണ്. ഇത് രണ്ടും കാന്തപുരത്തിനുണ്ടായി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 10 കൊല്ലം കാന്തപുരം ചെയ്തത് ഒരു 89 തൊട്ട് ഏറ്റവും ചുരുങ്ങിയത് 2000 വരെയെങ്കിലും പോരാട്ടത്തിന്റെ കാലമായിരുന്നു. ആ കാലത്ത് ആ 10 കൊല്ലം കൊണ്ട് കാന്തപുരം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഒരു പക്ഷേ ഈ മതമേഖലയിൽ വിരാജിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, മതം പഠിപ്പിക്കുക, അത് ആ ഒരു മേഖലയിൽ ഖാദിമാരാവുക, അതിൻ്റെ ഈ പള്ളികളും അറബി കോളേജുകൾ, മദ്രസകൾ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക, ആ സമൂഹത്തിൽ ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിനേക്കാളും EK ഗ്രൂപ്പ് സുന്നി എന്ന് പറയുന്നത്, അപ്പോൾ അവരെക്കാളും ഒക്കെ സ്വാധീനം കാന്തപുരം നേടിയെടുത്തിട്ടുണ്ട്. ഏറ്റവും വില കൂടിയ ആസ്തിയും സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറെ കൂടി നൂതനമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആധുനികമായ കോഴ്സുകളും ഒക്കെ നടന്നു. അപ്പോഴും അവരുടെ യാഥാസ്ഥികമായ നിലപാടൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് തർക്കിക്കാം. ഉദാഹരണത്തിന്
നോളജ് സിറ്റി ഉം. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സ്ഥാപനമാണ്. സാറ് ആ വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. പോകേണ്ടതാണ് കേട്ടോ. പലതും അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ അവരിൽ നിന്ന് പഠിക്കാൻ പാടില്ലാത്തൊരു പാഠമുണ്ട്. അവരെല്ലാ കൊല്ലവും മലയാളത്തിലെ മഹാകവികളുടെ ഉത്സവം നടത്തും. വലിയ പ്രതിഫലം കൊടുത്തിട്ട് എല്ലാ കവികളെയും വിളിച്ചു ഞാൻ വരുത്തും. കാന്തപുരത്തിന് ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് റിസാലയ്ക്ക് വേണ്ടി, അവരുടെ അത് ശരിയായി. ആഴ്ചപ്പതിപ്പിന്. തീർച്ചയായിട്ടും നല്ല കാര്യം. ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്ത സേവനത്തെ ആർക്കും കുറച്ച് കാണാം. പിന്നെ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഈ ഇതില് ഞാൻ കാണുന്നൊരു മാറ്റം, ഇപ്പൊ കൊല്ലത്തൊരു CPM ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗ് ചേർന്നു ഇന്നലെ, സുജയ് ചന്ദ്രബാബു അതായത് ഐഷാപൂറ്റി പോയതിന്റെ പിന്നാലെ അവിടുത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയി അവർ ഇന്നലെ മുസ്ലിം ലീഗ് ചേർന്നു. അപ്പോ ഈ ജയന്തി എന്ന് പറഞ്ഞിട്ടൊരു ദേശീയ സെക്രട്ടറി മുസ്ലിം ലീഗിന് ഉണ്ട്. അപ്പൊ മുസ്ലിം ലീഗ് ഇപ്പൊ തെക്കും സീറ്റ് വേണമെന്നൊക്കെ പറയുമ്പോ ഇവരൊക്കെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും. അപ്പൊ മുസ്ലിം ലീഗിൽ തന്നെ ഒരു നയം മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഹിന്ദുക്കളെ സ്വാധീനിക്കുക, അതിന് ഹിന്ദു സ്ഥാനാർത്ഥികളെ തന്നെയൊക്കെ. മലപ്പുറത്ത് വളരെ വഴിവിട്ടാണല്ലോ, എല്ലാ സീനിയോറിറ്റിയും മറികടന്നാണ്. സ്മിജി ഉണ്ടല്ലോ, സ്മിജി ഉണ്ണികൃഷ്ണൻ പഴയ AP ഉണ്ണികൃഷ്ണന്റെ മോളാണ്. ഏറ്റവും ചെറുപ്പക്കാരിയ, ജസ്റ്റ് LLB പാസ് ഔട്ടാ, വക്കീല. അവരെ വൈസ് ചെയർമാൻ. നല്ല മാതൃകയാണ്, ആ അർത്ഥത്തിലൊക്കെയുള്ള മാതൃകയുണ്ട്. അതിൽ ശരിയാണ് സാർ പറഞ്ഞത്, ആ സമീപനത്തിൽ മാറ്റം വരുന്നുണ്ട്. ഇതിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ മുസ്ലിം ലീഗിലേക്ക് അവർ ഹിന്ദുക്കളെ കൂടി എടുക്കുന്നുണ്ട്. ഈ തെക്ക് ഉള്ള സ്ഥാനാർത്ഥികളിൽ തന്നെ ഹിന്ദുക്കൾ വരുന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് സാർ ഞാൻ പറഞ്ഞു വന്ന കാര്യം. ഇതാണ് ആദ്യത്തെ കാര്യം. സമുദായത്തിൽ ആസ്തിയുള്ള ഒരു സ്ഥാപനമായി സംഘടനയും മൂവ്മെന്റ് ആയിട്ട് AP ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അത്ര തന്നെ ആൾബലവും ഉണ്ട്. അപ്പൊ രണ്ട് കാര്യം, മുസ്ലിം ലീഗിന് ആകെ വേണ്ടത് ഈ രണ്ട് സ്ഥാപനമാണ്. ആസ്തിയും വേണം, ആൾബലവും വേണം, വോട്ട് ബാങ്ക് വേണം. അത് ഇപ്പൊ കാന്തപുരത്തിന് പഴയ കാന്തപുരമല്ല, ആട്ടി ഓടിക്കപ്പെട്ട കാന്തപുരമല്ല. ഇപ്പൊ ആരോടും കാന്തപുരത്തിനും വന്നൊരു അവിടെ ഒരു ചോദ്യമുള്ളത്, മുസ്ലിം ലീഗ് തെക്ക് വലിയ ശക്തിയില്ല, പക്ഷെ കാന്തപുരം തെക്ക് ഒരു ശക്തിയാണ്. കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അവര് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആക്കാവുന്ന ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്കാവുന്ന ഞാൻ പറയുന്നത് അതിന്റെ ഉള്ളിൽ അങ്ങനെ അജണ്ട ഉണ്ട്. മുസ്ലിം ലീഗ് കാന്തപുരത്തിനെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ, മുസ്ലിം ലീഗിന്റെ ഉള്ളിലും ഇത്തരം ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പോയില്ലെങ്കിൽ അടുത്ത സമീപകാലത്ത് വരാൻ പോകുന്നു അവർക്ക് ആവശ്യത്തിന് ആസ്തിയായി, സ്ഥാപനങ്ങളായി. ഇന്ത്യയിൽ ഒട്ടാകെ അനാഥകളെ പോറ്റുകയും ദുർബലരായ അവര് കാന്തപുരം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഔട്ടാവും. ഇല്ല, ആ ഓർമ്മയുണ്ട് സാർ, അവർക്ക് നല്ല ബോധ്യമാണത്. കേരള മുസ്ലിം ജമാഅത്ത് വലിയ ജാഥ നടത്തിയല്ലോ ഇപ്പോ. കാന്തപുരം രണ്ടുപേരും നല്ലത്. കാന്തപുരം ചെയർമാനും അതിന്റെ സെക്രട്ടറി കാന്തപുരം ചെയർമാനാണ്. സെക്രട്ടറി ആരാന്നറിയോ? ഈ തങ്ങളാണ്, ബുഖാരി തങ്ങളാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇതുപോലെയാണ്, മാതൃകാ സ്ഥാപനമാണ്. ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി ഞാൻ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലബാറിൽ ആദ്യമായിട്ടുണ്ടാക്കിയത്. സാറ് അവിടെ ഒന്ന് പോകേണ്ടതാണ്, ആ മയദീൻ അക്കാഡമിയിൽ. വലിയ സ്ഥാപനം. ഞാൻ പറയുന്നത് അവരിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇവർക്ക്. രണ്ടാമത്തെ കാര്യം വോട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സാറ്? അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ ഇന്ത്യ ടുഡേക്കാരോട് ഞാൻ പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ വളർന്നു വരുന്നുണ്ട്. പാണക്കാട് തങ്ങൾക്കൊക്കെ സമാന്തരമായിട്ടും ഭീഷണി. ഇപ്പൊ പാണക്കാട് തങ്ങൾ പോലും അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് ഈ രണ്ട് കാരണം കൊണ്ടാണ്. മൂന്നാമത്തെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് കാന്തപുരത്തോട് അടുക്കുന്നു? അതിന്റെ കാരണം സമസ്തയിൽ പുതിയ പിളർപ്പ് വന്നല്ലോ. പുതിയ പിളർപ്പ് എന്ന് തന്നെ പറയാം. ആശയപരമായി അതിപ്പോ ഭൗതികമായ യാഥാർത്ഥ്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പിളരാൻ മാത്രം ഇപ്പൊ സമസ്തയിൽ രണ്ട് ഗ്രൂപ്പ് പ്രബലമല്ല. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പ് തുലവും ദുർബലമാണ്. 40 പേരിൽ ഒരാളോ. കാന്തപുരം ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ പൊതുവെ LDFന് വരാൻ പോകുന്നത് മലബാറിൽ വലിയ തകർച്ചയാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത്? LDFന് തീർച്ചയായിട്ടും ബാധിക്കും. കാരണം കുറെ സ്വതന്ത്രന്മാരൊക്കെ അവിടെ ജയിച്ചു വരാറുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒന്ന് ആ അവസ്ഥ മാറും. അതായത് മുസ്ലിം ലീഗിന് LDFന് അത് കുറെ കൂടി ദോഷമാണ് ചെയ്യുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സംഭവിക്കുന്നത്, മുസ്ലിം ലീഗ് ഭയപ്പെടുന്നത്, ഞാൻ പറഞ്ഞ രണ്ട് ഭയം മുസ്ലിം ലീഗിന്റെ ഉള്ളിലുണ്ട്. ഒന്ന്, കാന്തപുരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയി തീർന്നാൽ മുസ്ലിം ലീഗിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ബാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, സമസ്തയിലെ പിളർപ്പിൽ നിന്ന് അവിടെയുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഘട്ടത്തില് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന കാന്തപുരം ലീഗിനോട് അടുക്കാൻ പ്രയാസമില്ല എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ കാന്തപുരത്തിന് ലീഗിനോട് അടുക്കാതെ നിൽക്കുന്നത്
അല്ല, ലീഗിനോട് അടുക്കുന്നതുകൊണ്ട് കാന്തപുരത്തിന് ഗുണമുണ്ടെന്ന് കാന്തപുരം എന്തിനു കരുതണം ഇപ്പോ? അല്ല, കാന്തപുരത്തിന് സാർ, പ്രത്യേകിച്ച് കാന്തപുരത്തിനെ ഇനി അങ്ങോട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും ഒരു മുന്നണിക്കും ഈവൻ NDA നോളജ് സിറ്റിക്ക് വേണ്ടിയൊക്കെ ചെയ്ത സേവനങ്ങൾ എത്രയെന്നറിയാം നിങ്ങൾ? വലിയ പിന്തുണ കൊടുത്തത്. ഒരാളും അവരെ അതായത് കേരളത്തിൽ ആരധികാരത്തിൽ വന്നാലും അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി സാമ്പത്തികമായും വോട്ട് ബാങ്ക് എന്ന നിലയിലും കാന്തപുരം മാറിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. സമസ്തയിലെ പുതിയ പിളർപ്പിൽ മഹാഭൂരിപക്ഷം 40 പേരുള്ള മുഷാവറയിൽ 39 പേരും ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പിന്തുണക്കുന്നുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറയുന്നത് പണ്ട് കാന്തപുരം പറഞ്ഞ അതേ പൊളിറ്റിക്സാണ്. കാന്തപുരം പറയുന്നത് എന്താ, മുസ്ലിം ലീഗിന്റെ അടിമയാവേണ്ടതില്ല. അത് തന്നെയാണ് ജിഫ്രി. ഒരു പാർട്ടിയുടെയും ആളുകളല്ല നമ്മൾ സുന്നത്ത് ജമാഅത്താണ് എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പൊളിറ്റിക്സ് നേരത്തെ പറഞ്ഞ ഒരാളെ ചേർത്ത് പിടിക്കുന്നത് ഇപ്പോൾ ഈ പോരാട്ടത്തിന് ആവശ്യമാണ്. 2, അരിവാൾ സുന്നി ഉണ്ടായതുപോലെ ജിഫ്രി തങ്ങളെ പിടിച്ചിട്ട് മുസ്ലിം ലീഗിനെതിരെ ഉപയോഗിക്കാൻ ഇപ്പോഴും പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരു അടി കൊടുക്കാൻ ഒരുപക്ഷെ ഒരു CPM-ന്റെ വലിയ സംരക്ഷണയിലാണ് കാന്തപുരം. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 10 കൊല്ലം കാന്തപുരം വളർന്നു വന്നത് അങ്ങനെയാണ്. ആ കാന്തപുരത്തിനെ തിരിച്ചു പിടിച്ചിട്ട് ജിഫ്രി തങ്ങളെ അടിക്കാനും അല്ലെങ്കിൽ ആ പോക്ക് കൃത്യമായി സമുദായത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. കാന്തപുരത്തിനെ ചേർത്ത് പിടിക്കാമെങ്കിൽ ജിഫ്രി തങ്ങളോട് എന്താണ് വിരോധം എന്നൊരു മെസ്സേജ് കൊടുക്കാനും കൂടിയാണ്. വിവിധ ഉദ്ദേശമുള്ള, യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ ഒരുപാട് ഉള്ളടക്കങ്ങളുള്ള ഒരു വാർത്തയാണ് ഈ വാർത്ത. അതുകൊണ്ട് ഈ വാർത്തയുടെ വിശകലനത്തിന് ഇനിയും ഒരുപാട് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു പുതിയ അവബോധം വന്നിട്ടുള്ളത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കാഴ്ചപ്പാടല്ല, അല്ലെങ്കിൽ കുറെ കൂടി വിശാലവും കുറെ കൂടി യാഥാർത്ഥ്യപൂർണവും, അല്ലെങ്കിൽ സംഘർഷത്തെക്കാൾ എപ്പോഴും സാമ്പത്തികവും സാമുദായികവുമായ അഭിവൃദ്ധിക്ക് നല്ലത് സമാധാനമാണ്. പ്രത്യേകിച്ച് എപ്പോഴും അധികാരത്തിന് സാധ്യതയുള്ളവരുടെ അവിടെ ചേർത്ത് പിടിക്കുകയും പരസ്പരം സഹായിക്കുകയുമാണ് എന്ന സമീപനമാണ് അസ്ഹരി തങ്ങൾക്കുള്ളത്. അസ്ഹരി തങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മോനാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മോനാണ് ഇപ്പോൾ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം കുറെ കൂടി റിയലിസ്റ്റിക് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അതിന്റെ ഒരു കാര്യം കൂടി. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ സാർ? ഇല്ല അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അദ്ദേഹം ആയിരിക്കണം തീരുമാനിക്കുന്നത്. അതും വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു മലബാർ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒട്ടും മോശമല്ലാത്ത അളവിൽ മുസ്ലിം നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത്. കാന്തപുരവും ലീഗും ഒന്നിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥത്തിൽ സംഘർഷം കുറയുന്ന ഒരു കേരളം ഉണ്ടാകും. കാരണം രണ്ടു കൂട്ടർക്കും ലോകബോധമുണ്ട്. മാത്രമല്ല, ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട്, ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു എലമെന്റ് ഏതെങ്കിലും തരത്തിൽ UDF-നകത്ത്, ഞാനത് പറഞ്ഞോട്ടെ സാർ, UDF-നകത്ത് നമ്മളിപ്പോൾ ഇവർ ഭയപ്പെടുത്തുന്നത് പോലെ, CPM ഭയപ്പെടുത്തുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു എലമെന്റ് UDF-ന്റെ ഘടകകക്ഷിയല്ല. പുറത്തുനിന്ന് അവരെ എല്ലാവരെയും പിന്തുണക്കാറുണ്ട്. ദീർഘകാലം LDF-നെ പിന്തുണച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള പിന്തുണ കൊണ്ട് വല്ല സ്വാധീനവും UDF-നകത്ത് നേടിയെടുക്കാൻ, സ്വാധീനം ചെലുത്താൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള എലമെന്റുകൾ ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് ഒരു കാലത്തും വിട്ടുവീഴ്ച ചെയ്യാത്തവരാണ് സുന്നികൾ, കാന്തപുരം പ്രത്യേകിച്ച്. അപ്പോൾ കാന്തപുരത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനം UDF-ൽ മുസ്ലിം ലീഗിലൊക്കെ ഉണ്ടാകുന്നതും ആ അർത്ഥത്തിൽ മതരാഷ്ട്രവാദത്തെ ചെറുക്കാനും നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.